കഴിഞ്ഞ തവണ ചുമതല ഏറ്റെടുക്കാൻ വരുമ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇങ്ങോട്ടേക്ക് കയറി പറ്റാൻ തന്നെ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിരുദ്ധമായി സ്വീകരണമൊക്കെ കിട്ടി കൃത്യമായ നടപടിക്രമങ്ങളോടുകൂടി ഞാൻ ഈ സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് സമയവും തമ്മിൽ എങ്ങനെയാണ്? നമ്മൾ പഴയത് ഓർക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ. ഇന്നിപ്പം കാണുന്ന ഒരു സ്വീകരണം സന്തോഷം തരുന്നതാണ്. മാമിന്റെ പേര് ചൊല്ലിയാണ് ഈ നിയമനം ഇത്ര നാൾ നീണ്ടത്. ഈ തർക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സർക്കാർ മാമിനെ നിയമിക്കാൻ പാടില്ല എന്ന് രേഖാമൂലം എഴുതി നൽകി. അത് പാടില്ല എന്നത് കഴിയില്ല എന്ന് ഗവർണർ നിലപാടെടുത്തു. അപ്പോൾ മാമിന്റെ പേരാണ് ഇത് ഏറ്റവും നിർണായകമായത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാകുള്ളൂ. ഒരു സംശയമില്ല, തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും. ഈ തർക്കത്തിൽ അക്കാദമിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്, ഭരണസ്തംഭനമുണ്ട്, അവരുടെ അധ്യയനം തുടങ്ങിയ വിഷയങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ മറികടക്കാനാണ്? ആരാണ് മറുപടി പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അധ്യയനം മുടങ്ങിയോ? നമ്മുടെ മുൻ VC ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനൊരു കാലം ഉണ്ടായോ സർ? ഞങ്ങൾ രണ്ടുപേരുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും KTUവിലും ചാർജ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ പീരീഡിനകത്ത് ഒരു ഭരണസംഘടന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്തവണത്തെ റിസൾട്ട് കഴിഞ്ഞ 2025 റിസൾട്ട് പ്രതീക്ഷിച്ചതിന് 3 ദിവസം മുൻപേ KTUവിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റി. അത് ഞാൻ PC ആയിരുന്ന സമയത്താണ് ഈ സർവകലാശാലയിലെ അധ്യാപകരോടും അനധ്യാപകരോടും അഗൈതവുമായി നൽകിയതിനുണ്ട്. കാരണം 3 ദിവസം മുമ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം പ്രതീക്ഷിച്ചിരുന്നത്. അത് തീർച്ചയായിട്ടും അധ്യാപകരുടെയും ജീവനക്കാരുടെയും വലിയ ഒരു പങ്കാളികളുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നയിച്ച സാറ് പറയുന്നതിന് അപ്പുറം എന്താണുള്ളത്? അങ്ങനെ ഒരു ഭരണ കുറെ നാളുകളായി സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൃത്യമായി കൂടാൻ കഴിയുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ ബില്ലോ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാറ് പോലും പറ്റാത്ത തരത്തിലേക്ക് വലിയ തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അന്നെല്ലാം പറഞ്ഞിരുന്നത് ഈ സർക്കാരും അതുപോലെ തന്നെ VC-മാരുടെ നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തെയാണ് ഇപ്പോൾ പഴയ കാര്യം കഴിഞ്ഞില്ലേ? ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ? നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അതോടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്താം. അത് സർക്കാരിന്റെ പ്രശ്നങ്ങളോട് അവസാനിച്ചു വരുന്നുണ്ടോ? സർക്കാർ ഇനിയൊരു പകയോടുകൂടി താങ്കളുടെ പെരുമാറിലാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സ്ഥാപനമല്ലേ? ഇത് എല്ലാവരുടെയും കൂടെ ഉള്ളൊരു സ്ഥാപനമല്ലേ ഗവൺമെന്റ്? ഇത് നിങ്ങൾ എന്തിനാണ് അതിനെ വേറെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് കാണുന്നത്? ഇവിടെ ഒരു സിസ തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയൊന്നും അല്ല, ഗവൺമെന്റോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. പകരം അതൊരു സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാം അതീതമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഗവർണർ നൽകിയ പിന്തുണ, മുൻ ഗവർണർ ആണെങ്കിലും ഇപ്പോഴത്തെ ഗവർണർ ആണെങ്കിലും നൽകിയ പിന്തുണ ഒരുപാട് നന്ദിയോടാണ് അത് കാണുന്നത്. തീർച്ചയായിട്ടും വലിയ ക്രൈസിസിലൂടെ ഇറങ്ങി പോകേണ്ട ഒരു ഘട്ടം വരെ ഒരു കേസ് അടക്കം നിലനിൽക്കുന്നുണ്ട് ഈ മിനിറ്റ്സ് ബുക്കിന്റെ എല്ലാം ബന്ധപ്പെട്ട്. അപ്പൊ ആ കേസ് സ്വാഭാവികമായി അത് മറുപടിയെല്ലാം കൊടുക്കേണ്ടി വരില്ല. അല്ല, അത് എന്നെ സംബന്ധിച്ച വിഷയമായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഒന്നും മുന്നോട്ട് പറയേണ്ടതില്ല. പിന്നെയും നിങ്ങളിങ്ങനെ പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. ഒരു മിനിറ്റ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു മോഷ്ടാവാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നതിൽ വളരെ വിഷമം തോന്നുന്നു. എല്ലാവർക്കും വ്യക്തമായിട്ട് മീഡിയയോട് ആയാലും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, കേൾക്കുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കാതെ, ഇത് ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മുടെ 1.5 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എന്റെ നമ്പർ നിങ്ങളുടെ എല്ലാം ഉണ്ട്. വിളിച്ച് ചോദിച്ച് അതിന്റെ സത്യാവസ്ഥ അറിയണം. അറിഞ്ഞിട്ടേ ഒരു മീഡിയയിൽ കൊടുക്കാവൂ എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബോർഡ് മീറ്റിംഗ് നടത്തി അവിടുത്തെ ബഡ്ജറ്റ് അന്ന് അവതരിപ്പിക്കുമായിരുന്നു. ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയിരുന്നു. 2023-24 ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ അടുത്ത വർഷത്തെ 24-25 ബഡ്ജറ്റ് അംഗീകരിക്കുന്ന ബോർഡ് ഓഫ് ഗവർണൻസിന് വാല്യൂസ് എനിക്ക് തന്ന മിനിറ്റ്സിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഞാനത് തിരിച്ചേൽപ്പിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ പിന്നെയും വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റാതെ ഞാനത് ഗവർണറുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു വിഷയം പിന്നെയും നിങ്ങൾ
മീഡിയ എന്തുകൊണ്ടാണ് അതൊരു മോഷ്ടാവായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനൊരു ഇമേജോടെ എനിക്കിവിടെ വന്നിരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുവാണ്, എന്തെങ്കിലും സംശയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ അതുമായിട്ട് ഉള്ള ആൾക്കാരുമുണ്ട്, അവരോടുകൂടെ ചോദിച്ച് അതിന് ക്ലാരിറ്റി വരുത്തണം. ചേരാത്തത് മൂലം ബഡ്ജറ്റ് അടക്കം പാസ്സാക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി സർവകലാശാലയ്ക്കുണ്ട്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകും. അല്ല, അതിനുമാണല്ലോ സുപ്രീം കോടതി വരെ പോയി അതിനൊരു തീരുമാനമാക്കി ബഡ്ജറ്റ് പാസ്സാക്കിയല്ലോ സർ. ബഡ്ജറ്റ് സിൻഡിക്കേറ്റ് പാസ്സാക്കി. ഇപ്പൊ 23-ാം തീയതി ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അതൊരു കഴിഞ്ഞാൽ അതും തീരും. ആ ഒരു എഫേർട്ട് സാറിന്റെ കാലത്ത് എടുത്ത് അത് ഈ വിദ്യാർത്ഥികളും തുടർച്ചയായിട്ട് ഇപ്പം അദ്ദേഹം VC ആയിരുന്ന സമയത്തും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇയർബാഗ് സംവിധാനം ഒഴിവാക്കണം എന്നുള്ള നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികൾ. അതിൽ തുടർ നടപടി ഉണ്ടാകും. അതിലെങ്ങനെയായിരിക്കും? നോക്കൂ, യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വളരെ ഒരുപാട് നല്ല വിഷനോട് കൂടി 2015 തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ആ വിഷന്റെ പ്രോസസ്സിനിടയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കും. അല്ലാതെ മോളിൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതിന്റെ വ്യക്തമായി അവരുടെ ഫീഡ്ബാക്കും അവരുടെ അനുഭവം കൊണ്ടുള്ള വിസ്ഡവും എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കൊരു നല്ല സൊല്യൂഷനിൽ എത്താൻ പറ്റും. അല്ലാതെ ഇപ്പം അതെങ്ങനെ ഞാൻ കാണുന്നുള്ളതല്ലല്ലോ ഒരു വ്യക്തിയായിട്ട്. അതൊരു ഗ്രൂപ്പായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് എത്ര പേര് എഫക്റ്റഡ് ആകുന്നു, അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സാർ ഒരു സ്റ്റഡി വല്ലതും നടത്തിയിട്ടുണ്ടാകും. അതിന്റെ ബാക്കിയിൽ ഞാൻ എന്താണെന്നുള്ളത് നോക്കണം. ഈ ഡിജിറ്റൽ സർവകലാശാലകൾ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ഒരു രേഖ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചാൻസലർക്ക് നൽകിയിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ ഇത് KTU ആണ്. ഇത് KTU ആണ്. റിപ്പോർട്ടാണ് ഇത്തരത്തിൽ മാമിന് നേരെ എതിർപ്പുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് എന്നൊക്കെ ഒരു തരത്തിലേക്ക് വിലയിരുത്തലുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ റിപ്പോർട്ട് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടവരുണ്ടോ? ഭാഗങ്ങൾ കണ്ടവരുണ്ട്. ഭാഗങ്ങൾ ചിലപ്പോൾ പലപ്പോഴും അത് മുഴുവനായിട്ട് വായിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതെന്തായാലും പബ്ലിക് ആകാത്തടത്തോളം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇത്തരത്തിൽ തുടർച്ചയായി മാമിനെ എതിർക്കുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടോ? ക്വാളിഫൈഡ് ആയിട്ടും എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ എതിർക്കുന്നു എന്ന തോന്നലോ അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടായിട്ടുണ്ടോ ഈ കഴിഞ്ഞ കാലങ്ങളിൽ? പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവസാനഘട്ടം വരെ മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റിൽ പശ്ചാത്തലത്തിൽ കൂടെ ഈ സ്ഥാനത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു.